Dear students, have a nice time. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ട്രാൻസ്ഡ്യൂസേഴ്സ് എങ്ങനെ വരയ്ക്കാം എന്നാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ഹാവ് നെക്സ്റ്റ് സെക്ഷൻ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് അക്സെപ്റ്റേഴ്സ്. ഇവിടെ കുറച്ച് അക്സെപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നു ഫൈനലായിട്ട് അത് തരുന്ന ഔട്ട്പുട്ട് ഒരു പ്രത്യേക സ്ട്രിങ്ങിനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു. അത് മാത്രമേ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. മുമ്പ് വരച്ച ട്രാൻസ്ഡ്യൂസേഴ്സിൽ ചില സ്ട്രിങ്സ് ആണ് ഫൈനലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ ഐദർ ഇറ്റ് അക്സെപ്റ്റ്സ് ഓർ റിജക്ട്സ്. ഓക്കെ, സോ acceptors are here divided into two, which is the deterministic finite acceptors and non-deterministic finite acceptors. First we will study about deterministic finite acceptors. ഇതൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. A deterministic finite acceptor or DFA, ഷോർട്ട് ഫോമിൽ നമ്മളിതിനെ DFA എന്നാണ് വിളിക്കാറുള്ളത്. It is defined as capital M equal to Q sigma delta Q naught F, where Q is a finite set of internal states. അതായത് ക്യൂവിൽ നമ്മൾ പറയുന്നത് മെഷീനിലെ ഏതെല്ലാം ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഈ കാണുന്ന എക്സാമ്പിളിൽ ഞാൻ കോട്ട് ചെയ്ത എക്സാമ്പിളിൽ Q0ഉം Q1ഉമാണ് മെഷീൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ്. Capital sigma is a finite set of input alphabets. ഇവിടെ ഈ കാണുന്ന എക്സാമ്പിളിലെ ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉമാണ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിലുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് 0ഉം 1ഉം ആയിരിക്കണം. Then delta, small delta is a function from Q cross sigma to Q, which is the transition function. Q cross sigma to Q എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം ഡെൽറ്റ ഇസ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് Q0 Q1, അതാണ് ക്യാപിറ്റൽ Q എന്ന് പറയുന്ന സെറ്റ്, ടു Q എന്ന് പറയുന്ന Q ക്രോസ് സിഗ്മ, സിഗ്മ ഈസ് സെറ്റ് 01 ടു സെറ്റ് Q0 Q1. അതായത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയേണ്ടി വരും? ഡെൽറ്റ ഓഫ് Q0 1 എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, ഡെൽറ്റ ഓഫ് Q0 0 എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അതുപോലെ ഡെൽറ്റ ഓഫ് Q1 0 എന്താണ് എന്നും ഡെൽറ്റ ഓഫ് Q1 1 എന്താണെന്നും ഡിഫൈൻ ചെയ്യേണ്ടി വരും. കിട്ടുന്ന ആൻസേഴ്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റേഞ്ചിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത് Q0ഉം Q1ഉം തന്നെയായിരിക്കണം. സോ ലെറ്റ് ഇറ്റ് ബി Q0, ഹിയർ Q1, ഫോർ എക്സാമ്പിൾ Q1 Q0. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ കാണുന്ന ഡെൽറ്റ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം Q ക്രോസ് സിഗ്മ ടു Q. ആൻഡ് Q0 belong to capital Q is the initial state. ഇവിടെ ഒരു Q0 കാണിക്കുന്നുണ്ട്, അത് ഇനീഷ്യൽ സ്റ്റേറ്റിലാണ്. മെഷീൻ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്ന Q0. Now F subset of Q is a set of final states. ഇവിടെ ക്യാപിറ്റൽ F എന്ന് കാണിച്ചുള്ള ഫൈനൽ സ്റ്റേറ്റ്സിൻ്റെ സെറ്റാണ്. അതിനാണ് ഈ എക്സാമ്പിളിൽ ഞാൻ സെറ്റ് Q1 എന്ന് കാണിച്ചത്. അതായത് നമ്മളൊരു സ്ട്രിങ് മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി ആ സ്ട്രിങ് വന്ന് നിൽക്കുന്നത് Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരമുള്ള സ്ട്രിങ്ങിലേക്ക് 1 0 1 എന്ന ഒരു സ്ട്രിങ് നൽകിയെന്ന് വിചാരിക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ Q0ലുള്ള മെഷീനാണ്. Q0ലുള്ള മെഷീൻ ഞാൻ 1 നൽകി കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് ട്രാൻസിഷൻ സംഭവിക്കുന്നത് നോക്കാം. Q0ൽ 1 കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ Q0ൽ തന്നെയാണ് മെഷീൻ നിൽക്കുന്നത്. സോ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ മെഷീൻ Q0ൽ തന്നെ നിൽക്കുന്നു. ദെൻ എനിക്ക് 0 കൊടുക്കണം. സോ Q0ൽ നിന്ന് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ എവിടെ എത്തും? Q0ന് 0 കൊടുത്തു കഴിഞ്ഞാൽ Q1 എന്ന സ്റ്റേറ്റിലാണ് എത്തുന്നത്. സോ ഇറ്റ് ബിക്കംസ് Q1. നൗ Q1 എന്ന സ്റ്റേറ്റിൽ വീണ്ടും ഞാൻ ഇവിടെയുള്ള അവസാനമുള്ള 1 കൊടുക്കാൻ പോവുകയാണ്. Q1ൽ 1 കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ Q0ൽ എത്തിച്ചേരും ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം. സോ ഇറ്റ് ബിക്കംസ് Q0. ഫൈനലായിട്ട് ഈ സ്ട്രിങ് എത്തിച്ചേരുന്നത് Q0 എന്ന സ്റ്റേറ്റിലാണ്. പക്ഷേ Q0 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. Q1 ആണ് ഫൈനൽ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാണുന്ന സ്ട്രിങ്ങിനെ മെഷീൻ റിജക്റ്റ് ചെയ്യുന്നു, ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അതേസമയം 1 0 0 എന്ന സ്ട്രിങ് ആണെന്ന് വിചാരിക്കാം. ആ കാണുന്ന സ്ട്രിങ് ഇതുപോലെ നമ്മൾ നോക്കിയാൽ Q0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് Q0ൽ തന്നെ നിൽക്കുന്നു. എഗെയിൻ 0 കൊടുക്കുന്നു. 0 കൊടുത്തു കഴിഞ്ഞാൽ അത് Q1ൽ എത്തുന്നു. Q1ൽ നിന്ന് വീണ്ടും 0 കൊടുക്കുന്നു. Q1ൽ നിന്ന് 0 കൊടുത്തു കഴിഞ്ഞാൽ Q1ൽ തന്നെ നിൽക്കുന്നു. സോ ഇറ്റ് ഗോസ് ടു Q1. 0 കൊടുത്താൽ അവസാനം വന്ന് നിൽക്കുന്നത് Q1ലാണ്. സോ ഈ 1 0 0 എന്ന സ്ട്രിങ്ങിനെ മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഈ സ്ട്രിങ് അവസാനം എത്തി നിൽക്കുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. Okay, so that is what you mean by the final state, set of all final states F എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു DFAയുടെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയേണ്ടത്.
ഇനി എക്സാമ്പിളിലൂടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ലിസൺ. എ DFA ഓപ്പറേറ്റ്സ് ഇൻ ദ ഫോളോയിങ് മാനർ. At the initial time, it is to be in the initial state Q0. സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ ഉണ്ടാവുക Q0 എന്ന സ്റ്റേറ്റിലാണ്. With its input mechanisms on the leftmost symbol of input string. നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്താണോ അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് സ്ട്രിങ് ആണ് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മൾ മെഷീന് നൽകുന്നത്. During each move, input mechanism advances one position to the right, consuming one input signal. ഓരോ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഓരോ ടൈമിലും ഓരോ മൂവിലും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സ്ട്രിങ്ങിലുള്ള ഓരോ സിമ്പിൾസ് വീതമാണ് ഓരോ സ്റ്റേറ്റിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. When the end of the string is reached, the string is accepted if the automation is in one of its final states. Otherwise, the string is rejected. അങ്ങനെ നമ്മൾ ഓരോ സിമ്പിളായിട്ട് സ്ട്രിങ്ങിലുള്ള ഓരോ സിമ്പിളായിട്ട് ഇൻപുട്ടായിട്ട് നൽകിയിട്ട് അവസാനം നമ്മുടെ ഓട്ടോമേഷൻ വന്ന് നിൽക്കുന്നത് ഫൈനൽ സ്റ്റേറ്റ്സിൽ പെടുന്ന ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണെങ്കിൽ ആ കാണുന്ന സ്ട്രിങ്ങിനെ മെഷീൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മെഷീൻ അതിനെ റിജക്റ്റ് ചെയ്യും. The transition from one state to other is governed by the transition function delta. Example, delta of Q0 A equal to Q1. Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന സിമ്പിൾ നമ്മൾ നൽകിയാൽ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത സ്റ്റേറ്റ് ആണ് ഇവിടെ Q1 എന്ന് കാണിച്ചില്ല. അത്തരത്തിലൊരു ട്രാൻസിഷൻ ഫംഗ്ഷനാണ് ഡെൽറ്റ. ആൻഡ് ഇഫ് ദ DFA is in state Q0 and if the input symbol is A, then the DFA move to the next state Q1. Okay, ആ കാര്യമാണ് ഞാനിവിടെ എക്സാമ്പിളിലൂടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. To visualize and represent finite automata, we use transition graphs, in which vertices represent states and edges the transitions. Labels on the edges are the current input symbol. The initial state is identified by an incoming unlabeled arrow not originated at any vertex. Final states are drawn with a double circle. അതായത് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് വരച്ച പോലെ തന്നെ ട്രാൻസിഷൻ ഗ്രാഫ്സ് ഉപയോഗിച്ചുകൊണ്ട് DFAകൾക്ക് നമുക്ക് റെപ്രസെൻറ്റേഷൻ നൽകാൻ പറ്റും. അവിടെയും ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ കേസിൽ പോലെ തന്നെ അക്സെപ്റ്റേഴ്സ് വരയ്ക്കുമ്പോഴും നമ്മൾ വേർട്ടിസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സിനെയാണ്, എഡ്ജസ് കറസ്പോണ്ടിങ് ട്രാൻസിഷൻസിനെയാണ്. ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ സമയത്ത് എഡ്ജസിന് നമ്മൾ ലേബിൾ നൽകാറുള്ളത് ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഫോമിലായിരുന്നു. ഇവിടെ DFAകളുടെ കേസിൽ ലേബിൾസ് ഓൺ ദ എഡ്ജസ് ആർ ദ കറൻറ്റ് ഇൻപുട്ട് സിമ്പിൾ മാത്രമേ നമ്മൾ ലേബിളായിട്ട് നൽകേണ്ട ആവശ്യമുള്ളൂ. ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ മുമ്പത്തെ കേസിൽ ഇനീഷ്യൽ സ്റ്റേറ്റിന് അടുത്തൊരു ആരോ വെച്ചിട്ടാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻകമിങ് അൺലേബിൾഡ് ആരോ, ആ ആരോയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് ലേബിൾ ചെയ്യുന്നില്ല. ഒരു അൺലേബിൾഡ് ആരോ ആണ് ഇനീഷ്യൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നത്, നോട്ട് ഒറിജിനേറ്റഡ് അറ്റ് എനി വെർട്ടെക്സ്. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആണ് എന്ന് സൂചിപ്പിക്കാൻ എല്ലാ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സും ഫൈനൽ സ്റ്റേറ്റ്സ് ആവണമെന്നില്ല. തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ Q0 Q1 രണ്ട് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നുവെങ്കിലും Q1 മാത്രമേ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടുള്ളൂ. അതായത് ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്താൽ Q1ൽ ചെന്ന് അവസാനിക്കുന്ന സ്ട്രിങ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. സോ അത്തരത്തിലുള്ള ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് ആണ് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ആ ഗ്രാഫിലെ ആ പർട്ടിക്കുലർ ഇൻറ്റേർണൽ സ്റ്റേറ്റിന് ഡബിൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ ദ ട്രാൻസിഷൻ ഗ്രാഫ് ഫോർ ദ ഗിവൺ DFA. സോ ദിസ് ഇസ് എ DFA. ഇതിൽ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആണ്, ക്യാപിറ്റൽ Q ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സെറ്റ് Q0 Q1 Q2. ദിസ് ഇസ് സിഗ്മ, ദാറ്റ് ഈസ് നമ്മളുടെ ആൽഫബെറ്റ്സ് 0യും 1ഉമാണ്. ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഇവിടെ തന്നിട്ടുണ്ട്. Q0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. സെറ്റ് Q1 ഇസ് ദ ഫൈനൽ ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ഡെൽറ്റ ഡിഫൈൻ ചെയ്തുള്ള ഈ രീതിയിലാണ്. നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഈസ് എ ഫംഗ്ഷൻ ഫ്രം Q ക്രോസ് സിഗ്മ ടു Q. ഓക്കെ, ക്യാപിറ്റൽ Q ക്രോസ് സിഗ്മ ടു Q. സോ Qയിലുള്ള ഒരു എലമെൻറ്റും സിഗ്മയിലുള്ള ഒരു എലമെൻറ്റും എടുക്കുന്നു. എങ്ങോട്ടാണ് ട്രാൻസിഷൻ നടത്തേണ്ടത് എന്ന് നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നു. സോ Q0 0 വേണം, Q0 1 വേണം, Q1 0, Q1 1, Q2 0, Q2 1. അത്രയും എലമെൻറ്റ്സ് ഉണ്ട് Q ക്രോസ് സിഗ്മയിൽ. സോ അത്രയും എലമെൻറ്റ്സ് ഏത് ഇൻറ്റേർണൽ സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ വരുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Now let us draw the corresponding transition graph.
ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് വേർട്ടെക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത സ്റ്റേറ്റുകൾ നമുക്ക് എഴുതി വയ്ക്കാം. ഇവിടെ 3 ഇൻറ്റേർണൽ സ്റ്റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വരയ്ക്കാം ഈ കാണുന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ് Q0 ആദ്യം വരച്ച് വയ്ക്കുന്നു. സോ ഇതിന് നമ്മൾ Q0 എന്ന് പേര് കൊടുക്കും. അതിനുശേഷം നമ്മൾ Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ് വരയ്ക്കുന്നു, Q2 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റും വരയ്ക്കുന്നു. 3 ഇൻറ്റേർണൽ സ്റ്റേറ്റുകളാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നോക്കും. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് Q1 മാത്രമേ ഉള്ളൂ. സോ Q1ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സർക്കിളും കൂടെ നൽകുന്നു. സോ ഹിയർ Q1 ഈസ് ദ ഓൺലി ഫൈനൽ സ്റ്റേറ്റ്. ഇനി നമുക്ക് വേണ്ടത് ലേബൽസ് വരയ്ക്കുകയാണ്. എഡ്ജസ് വരച്ച് ലേബലിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. എഡ്ജസ് വരയ്ക്കുന്ന സമയത്ത് അതിന് അനുസരിച്ചുള്ള ഇവിടെ ട്രാൻസിഷൻ ഫംഗ്ഷൻസ് നമ്മൾ നോക്കണം. Q0 0 നൽകി കഴിഞ്ഞാൽ Q0 തന്നെ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയുള്ള എഡ്ജ് വരയ്ക്കാം. Q0 Q0 തന്നെയുള്ള ഒരു എഡ്ജ് വരച്ചു. ലേബൽ 0 ആണ്, ഇൻപുട്ട് 0 ആണ്. ഓക്കെ, അതിനു മുമ്പ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു വേർട്ടെക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ലേബൽ നൽകാത്ത ഒരു അൺലേബൽഡ് ആരോ വരച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നത്. ആ Q0 0 കൊടുത്താൽ നമുക്ക് Q0 തന്നെ ലഭിച്ചു. Q0 1 നൽകിയാൽ Q1 എത്തണം. സോ Q0 Q1 നമ്മൾ ഇത്തരത്തിലൊരു ആരോ വരയ്ക്കുന്നു. അതിന് 1 എന്ന് ലേബൽ ചെയ്യുന്നു. ഓക്കെ, 1 ആണ് നമുക്ക് അവിടെ നൽകുന്നത്. ഇൻപുട്ട് 1 ആണ്. സോ Q0 Q1 എത്തിച്ചേർന്നു. ഇനി Q1 എന്ന സ്റ്റേറ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. Q1 നമുക്ക് 0 നൽകണം, 1 നൽകണം. Q1 0 നൽകിയാൽ Q0 എത്തുമെന്ന് പറഞ്ഞു. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എഡ്ജ് വരയ്ക്കുന്നു, അതിന് 0 എന്ന് ലേബൽ ചെയ്യുന്നു. ഇനി Q1 1 നൽകിയാൽ Q2 എത്തുന്നത്. സോ Q1 നിന്ന് Q2 ആരോയ്ക്ക് നമ്മൾ 1 എന്ന് ലേബൽ ചെയ്തു. ഇൻപുട്ട് 1 ആണ്. ഇതുപോലെ Q2 0 നൽകിയാൽ Q2 തന്നെയാണ് ലഭിക്കുന്നത്. ദെൻ Q2 1 നൽകിയാൽ Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു ദിസ് DFA. ഇനി നമുക്ക് ഈ കാണുന്ന ഗ്രാഫ് പ്രകാരം ഏതെല്ലാം സ്ട്രിങ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഏതെല്ലാം സ്ട്രിങ്സ് ആണ് റിജക്റ്റ് ചെയ്യപ്പെടുക നോക്കാം. ഫോർ എക്സാമ്പിൾ 0 1 എന്ന സ്ട്രിങ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. 0 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ്. Q0 ഫസ്റ്റ് 0 നമ്മൾ കൊടുക്കേണ്ടത്. Q0 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് Q0 എന്ന സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നു. അടുത്ത എലമെൻറ്റ് അടുത്ത ആൽഫബറ്റ് 1 ആണ്. സോ നമ്മൾ 1 വീണ്ടും നൽകി. 1 കൊടുത്തപ്പോൾ Q0 നിന്ന് Q1 എത്തി. അതായത് നമ്മുടെ 0 1 എന്ന സ്ട്രിങ് അവസാനിക്കുന്നത് Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണ്. സോ ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ്. ഇപ്പോൾ 0 1 എന്ന സ്ട്രിങ് നമ്മൾ ഈ മെഷീനിൽ നൽകിയാൽ, ഈ ഓട്ടോമാറ്റയിൽ നൽകിയാൽ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. അതേസമയം ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 0 1 1 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 0 ഇവിടെ തന്നെ കൊടുത്തു, Q0 തന്നെ നിന്നു. 1 കൊടുത്തപ്പം Q1 എത്തി. വീണ്ടും 1 നൽകി. സോ Q2 എത്തി. വീണ്ടും ഒരു 1 കൂടെ നൽകിയപ്പം അത് Q1 എത്തി. അവസാനിക്കുന്നത് Q1 ഇറ്റ് ഈസ് ഓൾസോ അക്സെപ്റ്റഡ്. അതേസമയം 1 0 1 1 0 ആണെന്ന് വിചാരിക്കാം. സോ Q0 നമ്മൾ ആദ്യം 1 ആണ് നൽകുന്നത്. 1 നൽകുമ്പം Q1 എത്തുന്നു. 0 നൽകുമ്പം Q0 എത്തുന്നു. ദെൻ വീണ്ടും 1 നൽകുന്നു, Q1 എത്തി. വീണ്ടും ഒരു 1 കൂടെ നൽകി Q2 എത്തി. 0 നൽകി Q2 എത്തി. സോ ഈ കാണുന്ന സ്ട്രിങ് 1 0 1 1 0 എന്ന സ്ട്രിങ് അവസാനിക്കുന്നത് Q2 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണ്. സോ ദാറ്റ് സ്ട്രിങ് ഷുഡ് ബി റിജക്റ്റഡ്. അത്തരത്തിലാണ് നമ്മൾ ഒരു DFA നമുക്ക് തന്നിരുന്നാൽ ട്രാൻസിഷൻ ഗ്രാഫ് നോക്കിക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന് മനസ്സിലാക്കുക. നൗ ലെറ്റ്സ് സോൾവ് ദ പ്രോബ്ലം. വിച്ച് ഓഫ് ദ സ്ട്രിങ്സ് 0 0 0 1, another one 0 1 0 0 1, 0 0 0 0 1 1 0 are accepted by the above DFA. ഈ 3 സ്ട്രിങ്സിൽ ഏതെല്ലാം സ്ട്രിങ്സ് ആണ് ഈ DFA അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, if delta of Q0 A equal to Q1 and delta of Q1 B equal to Q2, we write delta star of Q0 AB equal to Q2. അതായത് Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ A എന്ന ആൽഫബറ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് നൽകിയാൽ മെഷീൻ Q1 എന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നു. അതാണ് ഈ എഴുതിയ ഡെൽറ്റ ഓഫ് Q0 A ഈക്വൽ ടു Q1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെൽറ്റ ഓഫ് Q1 B ചെയ്താൽ നമുക്ക് Q2 ലഭിച്ചു എന്ന് വിചാരിക്കാം. ഇനി ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്നിച്ച്, അതായത് ഫൈനൽ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ഡിനോട്ട് ചെയ്താൽ മതിയെങ്കിൽ, അതായത് Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേജിൽ A അതിനുശേഷം B കണ്ടിന്യൂസ് ആയിട്ട് AB രണ്ട് ആൽഫബറ്റ്സ് നൽകിയാൽ, അതായത് AB എന്ന സ്ട്രിങ് നമ്മൾ നൽകിയാൽ ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ് എന്ന് മാത്രമേ നമുക്ക് എഴുതേണ്ടതുള്ളൂ എങ്കിൽ അത് നമുക്ക് ഈ വിധത്തിൽ എഴുതാം.
ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് എ ബി ഈക്വൽ ടു Q2. സോ ഇവിടെ എ ബി എന്നത് ഒരു സ്ട്രിങ് ആണ്, ഒരു ആൽഫബറ്റ് മാത്രമല്ല. ഇത്തരത്തിൽ ഡെൽറ്റ ഓഫ് ക്യൂ നോട്ട് ഒരു ആൽഫബറ്റിന് പകരം സ്ട്രിങ് ആണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ സ്റ്റാർ എന്ന് കൂടെ ചേർക്കണമെന്നർത്ഥം. ഓക്കെ, സോ ഇൻ ജനറൽ ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു എ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു എ. അതായത് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്യൂ എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ ഡബ്ല്യു എന്ന സ്ട്രിങ് നമ്മൾ നൽകുന്നു, അതിനുശേഷം എ എന്ന ഒരു ആൽഫബറ്റ് നൽകുന്നു. അതിന് ഈക്വൽ ആണ് എന്ത്, ക്യൂ എന്ന സ്ട്രിങ്ങിൽ ഡബ്ല്യു എന്ന ആൽഫബറ്റ് നൽകിയ ശേഷം ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു എ, ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ഓഫ് ദാറ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് എ. സോ ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ ഡബ്ല്യു എ എന്നതിന് ഇത്തരത്തിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. Now, languages and DFAs. The language accepted by a DFA M equal to Q sigma delta Q naught F is the set of all strings on sigma accepted by M. സിഗ്മ എന്ന സെറ്റിലുള്ള ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാവുന്ന സ്ട്രിങ്സ് എല്ലാം എഴുതിയെന്ന് വിചാരിക്കാം. ആ സ്ട്രിങ്സ് എല്ലാം തന്നെ ഈ പർട്ടിക്കുലർ DFA അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു സ്ട്രിങ് ഒരു DFA അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്ട്രിങ് അവസാനിക്കുന്നത് ഒരു ഫൈനൽ സ്റ്റേജ്, ഇവിടെ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൈനൽ ഇൻറ്റേർണൽ സ്റ്റേറ്റിലായിരിക്കണം. അത്തരത്തിലല്ലാത്ത സ്ട്രിങ്സ് ഒന്നും തന്നെ ഈ ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി ഈ ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന സിഗ്മയിലുള്ള സിമ്പിൾസ് ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ സ്ട്രിങ്സിനെയും കളക്ഷൻ, അതിനെയാണ് ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ DFA എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് L of M. It is denoted by L of M equal to set of all strings in sigma star. Sigma star എന്ന് വിളിക്കാൻ കാരണം അതിൽ നമ്മൾ ലാംഡ എന്ന സ്ട്രിങ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്നുള്ളത് ഓർക്കാം. സോ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഇൻ സിഗ്മ സ്റ്റാർ സച്ച് ദാറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് ഡബ്ല്യു ബിലോങ് ടു എഫ്. ക്യൂ നോട്ട് ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഡബ്ല്യു എന്ന സ്ട്രിങ് നമ്മൾ നൽകി കഴിഞ്ഞാൽ ലഭിക്കുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ, അതായത് അവസാനമായി ലഭിക്കുന്ന ഔട്ട്പുട്ട് നിൽക്കുന്നത് എഫ് എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ, എഫിലുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണെങ്കിൽ, അതായത് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് ഡബ്ല്യു ബിലോങ് ടു എഫ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഡബ്ല്യുകളുടെ കളക്ഷനെയാണ് നമ്മൾ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദാറ്റ് DFA എന്ന് വിളിക്കുന്നത്. നൗ എ DFA വിൽ പ്രോസസ് എവരി സ്ട്രിങ് ഇൻ സിഗ്മ സ്റ്റാർ ആൻഡ് ഐദർ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഇറ്റ്. നമ്മളൊരു DFAയിലേക്ക് ഒരു സ്ട്രിങ് നൽകിയാൽ അത് സിഗ്മ സ്റ്റാറിലുള്ള എല്ലാ സ്ട്രിങ്സിനെയും ഈ ഓട്ടോമാറ്റ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യും. പക്ഷേ എല്ലാത്തിനെയും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇഫ് എ സ്ട്രിങ് ഈസ് റിജക്റ്റഡ് ദ DFA സ്റ്റോപ്സ് ഇൻ എ നോൺ ഫൈനൽ സ്റ്റേറ്റ്. അതായത് ഒരു DFAയിലുള്ള ഒരു സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രിങ് അവസാനിക്കുന്നത് ഒരു നോൺ ഫൈനൽ സ്റ്റേറ്റിലാണ്. എഫിലുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലാണ് അവസാനിക്കുന്നതെങ്കിൽ മാത്രമേ ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. സോ എന്തായിരിക്കും നമ്മൾ L of M എന്ന ലാംഗ്വേജിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ഡബ്ല്യു ബിലോങ് ടു സിഗ്മ സ്റ്റാർ സച്ച് ദാറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് ഡബ്ല്യു നോട്ട് ബിലോങ് ടു എഫ്. ഓക്കെ, സോ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ എ DFA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഇൻ സിഗ്മ സ്റ്റാർ സച്ച് ദാറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ക്യൂ നോട്ട് ഡബ്ല്യു ബിലോങ് ടു വൺ ഓഫ് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഇൻ എഫ്. നൗ വി ഹാവ് എ പ്രോബ്ലം ഹിയർ. Draw the transition graph representing the automata which accept the language L equal to set of all a raised to n such that n greater than or equal to 0. ഈ പർട്ടിക്കുലർ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന, വേറെ ഭാഷയിൽ പറഞ്ഞാൽ a raised to n b where n greater than or equal to 0, ഈ കാണുന്ന സ്ട്രിങ്സിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന, എക്സാക്ട്ലി ഈ സ്ട്രിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA വരയ്ക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. DFA റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എല്ലാ DFAയ്ക്കും ഉണ്ടാവണം. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനെ നമ്മൾ ക്യൂ നോട്ട് എന്ന് വിളിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ ഈ കാണുന്ന ആരോ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഈ കാണുന്ന ക്യൂ നോട്ട് എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള സ്ട്രിങ്സ് ശ്രദ്ധിക്കാം, a raised to n b ആണ്. സോ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് എത്ര സ്റ്റേറ്റ്സ് വേണം എന്നുള്ളത് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അതിൽ ഒരു സ്റ്റേറ്റ് ആയി കഴിഞ്ഞു ക്യൂ നോട്ട്. സിഗ്മ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് നമ്മൾ തീരുമാനിക്കണം. സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇവിടെ എയും ബിയെ നമുക്ക് ആവശ്യമുള്ളൂ. a raised to n b ഫോമിലുള്ള സ്ട്രിങ്സ് ആണ് നമ്മുടെ ഇൻപുട്ടായിട്ട് നമ്മൾ നൽകുന്നത്. സോ ക്യാപിറ്റൽ സിഗ്മ AB ആണ്. സെറ്റ് ഓഫ് ഓൾ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെ വരണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ക്യൂ നോട്ട് എന്ന ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. DFAയുടെ പ്രത്യേകത പ്രകാരം ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് വരച്ചാൽ ആ ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ
ഇവിടെയുള്ള ആൽഫബറ്റ്സ് എ കൊടുത്താൽ അത് എന്ത് ട്രാൻസിഷൻ സംഭവിക്കും, ബി കൊടുത്താൽ അതിന് എന്ത് ട്രാൻസിഷൻ സംഭവിക്കും, അത് രണ്ടും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. സോ Q0 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എ എന്ന ആൽഫബറ്റ് കൊടുത്താൽ എന്താണ് ഈ DFAക്ക് സംഭവിക്കേണ്ടത്? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ A⁴ എന്നാണ് അക്സെപ്റ്റ് ചെയ്യേണ്ട സ്ട്രിങ്സ്. അപ്പോൾ ആദ്യം നമുക്കതിങ്ങനെ എഴുതി നോക്കാം ഏതൊക്കെയാണ് സ്ട്രിങ്സ് എന്നുള്ളത്. Nന് 0 കൊടുത്താൽ A⁴ ഇസ് ലാംഡ, ലാംഡ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്, ഏറ്റവും സ്മോളസ്റ്റ് സ്ട്രിങ് ബി ആണ്. ദെൻ Nന് 1 കൊടുത്താൽ AB ലഭിക്കും, Nന് 2 കൊടുത്താൽ A²B, വെൻ N = 3 ഇറ്റ് ഇസ് AQB എക്സെട്ര. അങ്ങനെയാണ് നമുക്ക് A⁴ എന്ന് വരുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു A കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം എ മാത്രമായിട്ട് സ്ട്രിങ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എയുടെ ശേഷം ബിയുടെ ഒരു B⁴ എന്ന് പറയുന്ന ഒരു പവർ എന്തായാലും ഉണ്ടായി പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. സോ നമ്മൾ Q0 എന്ന സ്റ്റേറ്റിൽ എ കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്റ്റേറ്റ് Q0 തന്നെ നിൽക്കുന്നതായിട്ട് പറയുന്നു. ഇനി അതിനുശേഷം Q0 നിന്ന് ബി ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. ബി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ വെറും ബി ആണെങ്കിൽ പോലും സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യണം, കാരണം ബി എന്ന സ്ട്രിങ്ങിനെ ഈ ഓട്ടോമാറ്റിക് അക്സെപ്റ്റ് ചെയ്യണം. സോ Q0 നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബി ആണ് കൊടുത്തതെങ്കിൽ പോലും ഈ സ്ട്രിങ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. സോ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആയിട്ട് Q1 എന്ന സ്റ്റേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ Q1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ ഫൈനൽ സ്റ്റേറ്റ്സിലും നമ്മൾ എന്ത് ചേർത്തു, Q1 ചേർത്ത് വെച്ചു. കാരണം ബി എന്ന Q0 ബി നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വെറും ബി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. സോ ഇത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആക്കി മാറ്റി Q1നെ. സോ ദിസ് ഇസ് സ്റ്റേറ്റ് Q1. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, Q0 നമ്മൾ എയും കൊടുത്തു ബി കൊടുത്തു. ഇനി ഈ ഒരു ഇത്രയും ഭാഗം വരച്ചത് വെച്ച് നോക്കിയാൽ Q0 നിന്ന് സ്റ്റാർട്ടിങ് തന്നെ ബി കൊടുത്താൽ Q1ലെത്തും, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. ഓക്കെ, ഇനി Q0 ഞാനൊരു എ നൽകിയെന്ന് വിചാരിക്കുക, അതിന് ശേഷമാണ് ഞാൻ ബി കൊടുക്കുന്നതെങ്കിലോ AB എന്ന സ്ട്രിങ് ലഭിക്കും, അതും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല. A²B 2 പ്രാവശ്യം എ നൽകിയിട്ട് പിന്നെ ബി നൽകിയാലും ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. സോ A⁴ എന്ന എല്ലാ സ്ട്രിങ്സും ഇത്രയും ഭാഗം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി Q1 എന്ന സ്റ്റേറ്റിൽ നിന്ന് എയോ ബിയോ നൽകിയെന്ന് വിചാരിക്കാം. നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ്സ് നോക്കിയാൽ ഇവിടെ ബി എഴുതി കഴിഞ്ഞതിന് ശേഷം വേറെ എന്ത് എഴുതിയാലും ഈ സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യേണ്ടതാണ്. A⁴B ഫോമിലുള്ള സ്ട്രിങ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ കാണുന്ന Q1 എന്ന സ്റ്റേറ്റിൽ എത്തിയ ശേഷം എ നൽകിയാലും ബി നൽകിയാലും സ്ട്രിങ് റിജക്റ്റ് ചെയ്യപ്പെടണം. റിജക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് നമുക്കിതിനെ Q0 വരയ്ക്കാൻ പറ്റില്ല, കാരണം Q0 എത്തിച്ചേരുന്ന പല സ്ട്രിങ്സും Q1 എത്തിയിട്ട് വീണ്ടും അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ്സ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് Q2 എന്ന പുതിയൊരു സ്റ്റേറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ Q1 നിന്ന് നമ്മൾ എ കൊടുത്താലും ബി കൊടുത്താലും ട്രാൻസിഷൻ ഫംഗ്ഷൻ എവിടെ എത്തിച്ചേരുന്നു, ഓട്ടോമാറ്റിക്കായി Q2 എത്തിക്കുന്നു. സോ Q1 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എയും ബിയും കൊടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. Q2 എന്ന പുതിയൊരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഞാൻ വരച്ചു, പക്ഷേ അത് വരച്ച ഉടനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, അവിടെ എയോ ബിയോ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇവിടെ എയോ ബിയോ കൊടുത്താൽ വീണ്ടും അത് റിജക്റ്റ് ചെയ്യപ്പെടണം. സോ നമ്മൾ ഇവിടെ തന്നെ ഒരു ലൂപ്പ് വരയ്ക്കുന്നു, എയും ബിയും കൊടുക്കുന്നു. പുതിയ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഒന്നും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഇവിടെയുള്ള ആകെയുള്ള സെറ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് Q0, Q1, Q2 ആണ്. ഫൈനൽ സ്റ്റേറ്റ് സെറ്റ് Q1 ആണ്. ആൽഫബറ്റ്സ് സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ് സിഗ്മ = സെറ്റ് AB. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DFA നമ്മൾ എഴുതുകയാണെങ്കിൽ M = സെറ്റ്, ആദ്യം ക്യാപിറ്റൽ Q ആണ് എഴുതേണ്ടത്, ദാറ്റ് ഈസ് Q0, Q1, Q2. നൗ വി ഹാവ് സിഗ്മ, ദാറ്റ് ഈസ് സെറ്റ് AB, Q സിഗ്മ, Q0 എഴുതി. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. നൗ വി ഹാവ് ഫൈനൽ സ്റ്റേറ്റ് സെറ്റ് ഓഫ് ഓൾ F എന്ന് പറയുന്നത് സെറ്റ് Q1 ആണ്. എല്ലാം തന്നെ നമ്മൾ എഴുതി വെച്ചു. സോ ദിസ് ഇസ് ദ DFA കറസ്പോണ്ടിങ് ടു the language L = set of all A⁴ B such that n greater than or equal to 0. ട്രാൻസിഷൻ ഫംഗ്ഷൻ വേണമെങ്കിൽ നമ്മൾ ഗ്രാഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് എഴുതണമെങ്കിൽ എഴുതി വയ്ക്കാം. ഡെൽറ്റ ഓഫ് Q0 A നൽകിയാൽ Q0 തന്നെയായിരിക്കും. ഡെൽറ്റ ഓഫ് Q0 B ആണെങ്കിൽ Q1 എത്തിച്ചേരും. ഡെൽറ്റ ഓഫ് Q1 A ആണെങ്കിൽ Q2 എത്തുന്നു. ഡെൽറ്റ ഓഫ് Q1 B ആണെങ്കിലും Q2 എത്തിച്ചേരുന്നു. ഇനി ഇതേപോലെ ഡെൽറ്റ ഓഫ് Q2 A ആണെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു Q2 ഇറ്റ്സെൽഫ്. ഡെൽറ്റ ഓഫ് Q2 B ആണെങ്കിലും അത് Q2 തന്നെ നിൽക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ.
And the problem, find a DFA that recognizes the set of all strings on sigma equal to set AB starting with the prefix AB. അതായത് എ ബി എന്ന പ്രിഫിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്ട്രിങ്സും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡി എഫ് എ വരയ്ക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡി എഫ് എ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് നമ്മൾ വരച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ആയിട്ട് Q0 എന്ന സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള അൺലേബിൾഡ് ആരോ ഉപയോഗിച്ചു. ഇനി Q0 നമ്മൾ ആലോചിക്കാൻ നമുക്ക് വരാവുന്ന സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എ ബി വരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ Q0 ഞാൻ എ എന്ന ലേബിൾ കൊടുത്തു കഴിഞ്ഞാൽ, എ എന്ന ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ Q1 എന്ന സ്റ്റേറ്റിൽ എത്തിച്ചേരും. പക്ഷേ വെറും എ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ Q1 അക്സെപ്റ്റ് ചെയ്യില്ല, കാരണം എ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ നമ്മൾ അടുത്ത ബിയും കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ Q2 എന്ന ഇൻറ്റേർണൽ സ്റ്റേറ്റിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ നമ്മളുടെ സ്ട്രിങ് നിൽക്കുന്നത് എ ബി എന്ന സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് ആണ്, കാരണം ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ബിയിലാണ്. അതുകൊണ്ട് Q2യെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ വരച്ചത് പ്രകാരം Q0 എ കൊടുത്തു, Q1 വീണ്ടും ബി കൊടുത്തു, Q2 Q2നെ അക്സെപ്റ്റ് ചെയ്തു. അതായത് എ ബി എന്ന സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി എ ബിക്ക് ശേഷം എന്തെഴുതിയാലും, ഇത് ശേഷം ഏത് ആൽഫബറ്റ്സ് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നൽകിയാലും അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ്സ് ആണ്. അതായത് Q2 എന്ന സ്റ്റേറ്റിൽ എത്തിയ ശേഷം നമ്മളിവിടെ എ എന്ന ആൽഫബറ്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ബി എന്ന ആൽഫബറ്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും അതെല്ലാ സ്ട്രിങ്സും അക്സെപ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ലൂപ്പ് വരച്ചിട്ട് അതിന് ശേഷമുള്ള എല്ലാ സ്ട്രിങ്സും അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിൽ Q2 തന്നെ ഇതിനെ ലൂപ്പ് ചെയ്തിട്ടു. പക്ഷേ നമ്മൾ ഡി എഫ് എ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടില്ല, കാരണം Q0 എ കൊടുത്താൽ Q1 എത്തണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് വരച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ Q0 ബി കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. സോ Q0 ബി ആണ് കൊടുക്കണമെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് വിത്ത് ബി ആണെങ്കിൽ ആ സ്ട്രിങ് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം എ കൊടുത്താൽ Q1 എത്തുക. Q1 റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അല്ല, കാരണം Q1 നിന്ന് വീണ്ടും നമ്മൾ ബി കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവേണ്ട ഒരു സ്ട്രിങ്ങിൻ്റെ തുടക്കം മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ റിജക്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ചേർക്കുന്നു, ദാറ്റ് ഈസ് Q3. ഓക്കെ, സോ Q0 നിന്ന് ബി ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ആ സ്ട്രിങ് നേരിട്ട് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് ആണ്. ഇനി ഈ ബി കൊടുത്തതിന് ശേഷം ഈ Q3 പിന്നെ നമ്മൾ എ കൊടുത്താലും ബി കൊടുത്താലും എല്ലാം തന്നെ സ്ട്രിങ്സ് റിജക്റ്റ് ചെയ്യപ്പെടും. സോ റിജക്റ്റിംഗ് സ്റ്റേജിലുള്ള സ്ട്രിങ്സ് എല്ലാം തന്നെ നമ്മൾ Q3 കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നു. സോ നമ്മളിപ്പോൾ വരച്ചത് പ്രകാരം Q0 എ നൽകി ബി നൽകി, Q3 കേസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി, എയും ബിയും നൽകി കഴിഞ്ഞു. ഇനി Q1 കൺസിഡർ ചെയ്താൽ Q1 ബി കൊടുത്താൽ അത് അക്സെപ്റ്റിംഗ് സ്റ്റേജിൽ എത്തിച്ചേരും. സോ സ്റ്റാർട്ടിങ് നോക്കിയാൽ എ കൊടുത്തു ബി കൊടുത്തു, പിന്നീട് എന്ത് കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. അതേസമയം Q1 എത്തിയതിന് ശേഷം വീണ്ടും എ ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന ഫോമിലായിരിക്കും, അത് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, അതും റിജക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരച്ചു. സോ ദിസ് ഇസ് എ. സോ Q1 നിന്ന് എ ആണ് കൊടുക്കുന്നതെങ്കിൽ എ എന്ന സ്ട്രിങ് ആണ് വരിക, അത് നമ്മൾ റിജക്റ്റ് ചെയ്തു. Q1 നിന്ന് ബി ആണെങ്കിൽ നമ്മൾ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ബിയിലായി കഴിഞ്ഞു. ബാക്കി അതിനുശേഷം എന്തെഴുതിയാലും അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. സോ ദിസ് ഇസ് ദ ഡി എഫ് എ. സോ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ഡി എഫ് എ? എം ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ 4 ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഉണ്ട്. സെറ്റ് Q0, Q1, Q2, Q3. ദീസ് ആർ ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ്. ക്യാപിറ്റൽ സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് എ ബി ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Now we have the transition function delta. നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഡെൽറ്റ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ദെൻ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് Q0 ആണ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത് Q2 ആണ്. നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്, സെറ്റ് ഓഫ് ഓൾ ഫൈനൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് Q2 ആണ്. Q2 മാത്രമേ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടുള്ളൂ. So this is the DFA corresponding to the automata which recognizes set of all strings on sigma starting with the prefix AB. Here there are 2 problems for you to try out. Find a DFA that accepts all strings on set 01 except those containing the substring 001. അതായത് ഈ നമുക്ക് വരയ്ക്കേണ്ട DFA എത്തരത്തിലുള്ള സ്ട്രിങ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്?
1 0 0 1 0 0 ഇത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് 1ഉം 0യും എഴുതാം. പക്ഷേ അതിൽ 0 0 1 എന്ന സബ് സ്ട്രിങ് ഉണ്ടാവാൻ പാടില്ല. സോ ഇത്തരത്തിൽ ഞാൻ എഴുതിയ ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. കാരണം ഇതിൽ 0 0 1 എന്ന ഒരു സബ് സ്ട്രിങ് വരുന്നുണ്ട്. നമ്മൾ 1 0 1 0 1 0 എക്സെട്ര ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക. ഇതിലെവിടെയും എന്ത് വരുന്നില്ല? 0 0 1 എന്ന സബ് സ്ട്രിങ് വരുന്നില്ല. അതുകൊണ്ട് ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യപ്പെടണം. ഇത്തരത്തിലുള്ള ഒരു DFA പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ട്രൈ ഔട്ട്. Another one, for sigma equal to set AB, construct DFA that accept the set of strings with exactly 1A. അതായത് സ്ട്രിങ്സിൽ ഒരു എ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള സ്ട്രിങ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ AB എന്നൊരു സ്ട്രിങ് എഴുതുകയാണെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യപ്പെടും. കാരണം ഇതിൽ 2 A's കാണുന്നുണ്ട്. അതേസമയം BB ഈ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യും. കാരണം അതിൽ എക്സാക്ട്ലി ഒരു എ മാത്രമേ കാണാനുള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സ്ട്രിങ്സിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു DFA കൺസ്ട്രക്ട് ചെയ്യാനാണ് 4th പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 2 പ്രോബ്ലം ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. In the next class I will solve these problems also and we will do some other problems also. Okay.